പിതാവായ ദൈവമേ, ഞങ്ങളവിടുത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. പുത്രനായ ദൈവമേ, ഞങ്ങളവിടുത്തോട് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, വചനശ്രവണത്തിനായി കാത്തു നിൽക്കുന്ന സർവഹൃദയങ്ങളിലേക്ക് നീ കടന്നു ചെല്ലണമേ. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട്, ടി വിയുടെ മുമ്പിലിരുന്നു കൊണ്ട് വചനം ശ്രവിക്കാൻ പ്രാർത്ഥനയുടെ കാത്തു നിൽക്കുന്ന സർവ മക്കളിലേക്കും ദൈവത്തിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ അനുഗ്രഹത്തിൻ്റെ പൂമഴയുമായി കടന്നു ചെല്ലണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ചിട്ടാണ്. ആമുഖമായ വചനം തരുന്നത് തോബിയാസിന്റെ പുസ്തകം 4-ാം അധ്യായം 19-ാം തിരുവാക്യം. അതിപ്രകാരമാണ്: ദൈവമായ കർത്താവിനെ നീ വാഴ്ത്തുക, നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി സംഭവിക്കാനും നിരന്തരമായി പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി, ദൈവമായ കർത്താവിനെ എപ്പോഴും നീ വാഴ്ത്തുക, നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി സംഭവിപ്പാനും വേണ്ടി നീ നിരന്തരമായി പ്രാർത്ഥിക്കുക. തോബിയാസിന്റെ അപ്പൻ തോബിത്ത് തൻ്റെ മകനെ വിളിച്ച് ഉപദേശം കൊടുക്കുകയാണ്. തോബിയാസേ, നീ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം, അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം, നിന്റെ വേലക്കാരെ നീ കഷ്ടപ്പെടുത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം തൻ്റെ മകന് നൽകിയ പ്രസക്തമായ ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. നീ നിന്റെ ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി സംഭവിപ്പാനും വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തിന്മയുടെ ശക്തിയിൽ വിട്ടുപോകുന്നത് വരെ നീ കരമുയർത്തി പ്രാർത്ഥിക്കണം. നിന്റെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് വരെ ദൈവസന്നിധി നിരന്തരമായി നീ പ്രാർത്ഥിക്കണം. പൈശാചികമായ ബന്ധനങ്ങൾ നിന്റെ ശരീരത്തിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് വിട്ടുമാറുവോളം നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നീ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ അനുഗ്രഹപൂർണമായി തീരുന്നത് വരെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. നിന്റെ പ്രലോഭനങ്ങളും പരീക്ഷകളും വിട്ടുപോകുന്നത് വരെ നീ നിരന്തരമായി കർത്താവിനെ വാഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതാണ് തൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തത്. ഇന്ന് നാം പ്രത്യേകമായ സുവിശേഷ ഭാഗം എടുക്കുന്നത് ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 5-ാം തിരുവാക്യമാണ്. അവിടെ നാം കാണുന്നു, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും നിർബന്ധം മൂലമായിട്ട് എഴുന്നേറ്റ് വന്ന് അവന് സഹായം നൽകും. പ്രിയപ്പെട്ടവരെ, ഒരു സ്നേഹിതനുമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധത്തിന്റെ കഥയാണ് അവിടെ കാണുന്നത്. ഒരു അയൽക്കാരന്റെ വീട്ടിലേക്കല്ല സ്നേഹിതൻ പോകുന്നത്, ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് പോകുകയാണ്. അർദ്ധരാത്രിയിൽ വന്ന് ആവശ്യപ്പെടുകയാണ്, ഇതാ ഒരു സ്നേഹിതൻ വീട്ടിൽ വന്നിരിക്കുകയാണ്, അവന് ഭക്ഷണം കൊടുക്കാനായിട്ട് എൻ്റെ കൈവശം ഒന്നുമില്ല, കുറച്ച് അപ്പം തരികാനായിട്ട്. സ്നേഹിതൻ പറഞ്ഞു, കഥ കടച്ചു, ഞാനും കുട്ടികളും കിടക്കയിലാണ്, എഴുന്നേറ്റ് വരാൻ സാധ്യമല്ല. എന്നിട്ട് അടുത്ത വചനമാണ് പറയുന്നത്, അവൻ സ്നേഹിതനാണ് എന്നതിൻ്റെ പേരിൽ അവന് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും അവൻ്റെ നിർബന്ധം മൂലമായിട്ട് അവൻ എഴുന്നേറ്റ് വന്ന് അവനെ സഹായിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, സൗഹൃദത്തിന് ഒരു സമ്മർദ്ദമുണ്ട് എന്ന് മനസ്സിലാക്കണം. സൗഹൃദത്തിന് ഒരു സമ്മർദ്ദമുണ്ട്. നമുക്ക് മനസ്സിലാക്കാം, ചിരിക്കുന്ന കുഞ്ഞിനെ മാത്രമല്ല, കരയുന്ന കുഞ്ഞിനെ പോലും സ്നേഹിക്കാൻ കഴിയണം. ജയിച്ചവരെ മാത്രമല്ല, തോറ്റവരെയും കൂടി പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആരോഗ്യവും സൗന്ദര്യമുള്ളവരെ മാത്രമല്ല, വൈകല്യമുള്ളവരെയും വൈരൂപ്യമുള്ളവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് കഴിയണം. വിശുദ്ധരെ മാത്രമല്ല, പാപികളെയും സ്നേഹിക്കാനായിട്ട് നമുക്കറിയണം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഹൃദയത്തിലെ സ്നേഹം നഷ്ടപ്പെടുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. സഹോദര സഹോദരി,
സൗഹൃദത്തിന് സമ്മർദ്ദം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സുഖകരവും ദുഃഖകരവുമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സൗഹൃദത്തിലാണോ നമ്മൾ എന്ന് ചിന്തിക്കണം. നമ്മൾ എന്തുമാത്രം ദൈവത്തിന്റെ സൗഹൃദത്തിലാണോ, ആ സൗഹൃദത്തിന്റെ സമ്മർദ്ദത്തിലാണ് ഒരു വ്യക്തി ജീവിതത്തിൽ, ഒരു കുടുംബ ജീവിതത്തിൽ അനുഗ്രഹ സമൃദ്ധി കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൽ സമൃദ്ധി ഉണ്ടാകാൻ, മനുഷ്യനോടുള്ള സ്നേഹത്തിൽ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഒരു സമൃദ്ധി ഉണ്ടാകുമ്പോൾ അവിടെ അനുഗ്രഹത്തിന്റെ അത്ഭുതങ്ങൾ നടക്കും. 2-3 ആഴ്ച മുമ്പ് ജെറൂസലം വചന കൂടാരത്തിന്റെ ആൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞത് ഇതിൽ ചിലരെങ്കിലും നിങ്ങൾ കേട്ടിരിക്കും. ഒരമ്മ ഒരു കുഞ്ഞിനെയുമായിട്ട് ഇവിടെ കടന്നു വരികയാണ്. വളരെ വേദനിച്ചാണ് കടന്നു വന്നത്. കൂടെ ഉണ്ടാകുന്ന കോൾഡ്, പനി, മറ്റ് അസ്വസ്ഥതകൾ. ഡോക്ടർമാരുടെ നിഗമനത്തിൽ ഈ കുഞ്ഞിന് ഒരു ടെസ്റ്റിക്കിൾസേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ അസ്വസ്ഥതകൾ വരുന്നത് എന്ന് അമ്മയോട് പറഞ്ഞിരിക്കുകയാണ്. അവനൊരു ഓപ്പറേഷൻ വിധേയമാകാനായിട്ട് തീരുമാനമെടുക്കാൻ വന്നിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും അതിരാവിലെ നടക്കുന്ന രോഗശാന്തി ശുശ്രൂഷ ഇവിടെ നടക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ കടന്നു വന്ന അമ്മയോട് പറഞ്ഞു, അമ്മച്ചി വന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുക. ദിവ്യവൈദ്യനും ഔഷധമായ യേശുനാഥൻ ആ കുഞ്ഞിനെ സ്പർശിക്കാതിരിക്കുകയില്ല. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ട് യേശുവിന്. പ്രഭാതത്തിൽ അതിരാവിലെ നടക്കുന്ന പ്രാർത്ഥനയിലേക്ക് ഈ അമ്മയും കുഞ്ഞുമായി വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷന് മുൻപ് 3 ആഴ്ചകളിൽ ദൈവസന്നിധിയിൽ വന്ന് കരഞ്ഞ് ഈ അമ്മയും മകനും പ്രാർത്ഥിക്കുകയാണ്. ഓപ്പറേഷൻ ദിവസമായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ ചെന്ന് സൂക്ഷ്മ പരിശോധനയിൽ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അവൻ്റെ ടെസ്റ്റിക്കിൾസ് പൂർവ്വസ്ഥിതിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു വാർത്തയാണ് എന്നെ അറിയിച്ചത്. ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത് സൗഹൃദത്തിന്റെ സമ്മർദ്ദത്തിൽ അത്ഭുതം നടന്നതാണ്. ദൈവം സൃഷ്ടിച്ച ഓരോ ശരീരത്തിലും ശരീര അവയവങ്ങളെല്ലാം പൂർണ്ണമായിട്ട് അവിടെയുണ്ട്. എവിടെ ദൈവവുമായിട്ടുള്ള സ്നേഹ സൗഹൃദം വർദ്ധിക്കുന്നുവോ മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവം നടത്തി കൊടുക്കുകയാണ്. സാധാരണ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ അധികം ആൾത്താരിൽ പറയാറില്ല. ഞാൻ അമ്മയോട് പറഞ്ഞില്ലെങ്കിലും വിരോധമില്ല എന്ന്. അമ്മച്ചി കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ ദൈവത്തോടെ സ്നേഹത്തെ പ്രതി 10,000 സാക്ഷ്യം പറഞ്ഞാലേ എനിക്ക് അത് തൃപ്തിയാവുകയുള്ളൂ ഫാദർ. അങ്ങനെയാണ് ഈ സാക്ഷ്യം ഈ ആൾത്താരിൽ പറയുവാനിടയായത്. ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലാണെങ്കിൽ ശരീരത്തിന്റെ രോഗങ്ങൾ, മനസ്സിന്റെ രോഗങ്ങൾ, ആത്മാവിന്റെ രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റുമെന്ന്. ദിശാബോധം നഷ്ടപ്പെട്ട മനുഷ്യന്, ലക്ഷ്യബോധമില്ലാതെ നടന്നു നീങ്ങുന്ന മനുഷ്യന് യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യമായിരിക്കുന്ന സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. എന്തിനാണ് ഈ സ്നേഹബന്ധത്തിൽ കടന്നു വരുന്നത്? സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ്. തളർന്നു വീഴുന്ന വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ വലിയ തീഷ്ണതയിലേക്ക്, വിശുദ്ധിയുടെ വലിയ തീഷ്ണതയിലേക്ക് കടന്നു വരുവാൻ, ശക്തിപ്പെടുത്തുവാൻ, സഭയെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണ് ദൈവമായ കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങളും അനുഗ്രഹ സമൃദ്ധിയും നൽകുന്നത്. മാത്രവുമല്ല, പാപത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന, നരകത്തെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുന്ന, ഹതഭാഗ്യരായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ കടന്നു വരുവാൻ തിരുസഭാ മാതാവ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപത്തെ തകർക്കുക, ദൈവരാജ്യം സംസ്ഥാപിതമാക്കുക, ഇത് തിരുസഭയുടെ ലക്ഷ്യമാണ്. അതിന് ദൈവമായ കർത്താവ് നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പും ഈ വിളിയും അനുസരിച്ച് നീ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് ചോദിക്കുന്നു, മൂശയെ പോലെ ജനതയെ നയിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നമുക്കറിയാം, 40,000-ഓളം വരുന്ന ദൈവജനത്തെ നയിച്ച്
ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പിറുപിറുപ്പും കുറ്റപ്പെടുത്തുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ആ സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് മൂശാ പ്രവാചകൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. ഇന്ന് ദൈവമായ കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷണീയ കൃത്യം നിങ്ങൾ നോക്കി കാണുവിൻ. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞുകൊണ്ട് മൂശാ പ്രവാചകൻ ജനതയോട് പറഞ്ഞതാണ്. എന്നിട്ടോ മൂശയുടെ കൈവശം ഉണ്ടായിരുന്ന അജപാലന ദണ്ടുകൊണ്ട് ആ ചെങ്കടൽ ആഞ്ഞടിച്ചു. കടൽ രണ്ടായി വിഭജിച്ചു. കടലിന്റെ നടുവിലൂടെ വചനം പറയുന്നു, വരണ്ട ഭൂമിയിൽ എന്ന വണ്ണം ജനം അതിലൂടെ നടന്നുപോയി എന്ന്. ഇന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു, മൂശയെ പോലെ ചെങ്കടലിന്റെ മുമ്പിൽ നിനക്ക് നിൽക്കാൻ സാധിക്കുമോ? ദൈവം പറയുന്ന അനുസരിക്കാൻ സാധിക്കുമോ? നമുക്കറിയാമല്ലോ, മൂശാ പ്രവാചകൻ പ്രാർത്ഥിച്ച് സമാഗമ കൂടാരത്തു നിന്ന് പുറത്തു പോകുമ്പോൾ ദൈവമായ കർത്താവ് എഴുന്നള്ളി വരികയാണ്. എന്നിട്ട് പറയുന്നു, ഒരു സ്നേഹിതനോട് എന്നതുപോലെ ദൈവമായ കർത്താവ് മൂശയോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഇന്ന് യേശുവിൻ്റെ ഒരു സ്നേഹിതനായി തീരുവാൻ, സഭയുടെ ഒരു സ്നേഹിതനായി തീരുവാൻ, നല്ലൊരു അയൽക്കാരനായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, മൂശയെ പോലെ മുന്നിൽ നിന്ന് നയിക്കുവാൻ, മൂശയെ പോലെ ഒരു സ്നേഹിതനെ പോലെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഇരിക്കുവാൻ ഇന്ന് നിന്നെ ദൈവമായ കർത്താവ് വിളിക്കുകയാണ്. വീണ്ടും ഈശോ ചോദിക്കുന്നു, പത്രോസിനെ പോലെ വലയിറക്കാൻ നിനക്ക് തയ്യാറുണ്ടോ? രാത്രി മുഴുവൻ മീൻ പിടിച്ച് ക്ഷീണിച്ച പത്രോസിനോടാണ് പറയുന്നത്, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? പത്രോസ് വിളിച്ചു പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, നീ കയറിയിരിക്കുന്ന വഞ്ചി അല്പം മാറ്റിയിട്ടിട്ട് ആഴത്തിലേക്ക് വലത്തുവശത്തേക്ക് വല വലിച്ചെറിയുക. ഒരു വാക്സംവാദത്തിനും പോകാതെ മുക്കുവനായിരിക്കുന്ന പത്രോസ് വല കഴുകി ക്ഷീണിച്ചിരിക്കുന്ന നേരമാണെങ്കിലും ഈശോ പറഞ്ഞത് അനുസരിച്ച് വല ഇറക്കുകയാണ്. നമുക്കറിയാം, ഒരു വലിയ അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകുകയാണ്. യേശു പറഞ്ഞതനുസരിച്ച് വലയിറക്കിയപ്പോൾ ഒരു അനുഗ്രഹ സമൃദ്ധി ഉണ്ടാകുകയാണ്. തലേ രാത്രി മുഴുവൻ വല വീശിയതാണ്, ഒരു മീൻ പോലും കിട്ടിയില്ല. എന്നാൽ ആ പ്രഭാതത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് പത്രോസിനോട് ചോദിച്ചു, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? വിളിച്ചു പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ആഴത്തിലേക്ക് വലത്തുവശത്തേക്ക് വല വീശാനായിട്ട്, ഇഷ്ടമുള്ള സ്ഥലത്തേക്കല്ല, യേശു പറയുന്നിടത്തേക്ക്, യേശു പറയുന്ന പോലെ പ്രവർത്തിക്കാൻ ഇന്ന് നീ തയ്യാറാകുമെങ്കിൽ, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു സ്നേഹ സൗഹൃദത്തിലേക്ക് കടന്നു വരാൻ ഇടയാകുമെങ്കിൽ, വലിയ അത്ഭുതത്തിന്റെ സമൃദ്ധി നിന്റെ വീട്ടിൽ, നിന്റെ സ്ഥാപനത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ തലമുറയിൽ സംഭവിക്കുമെന്ന് ദൈവമായ കർത്താവ് നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ട മകളെ, ഒരു കുതിരക്കാരൻ സവാരി ചെയ്യുമ്പോൾ കുതിര പറയുന്നിടത്തേക്ക് കുതിരക്കാരൻ പോയാൽ അത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയില്ലല്ലോ. പിന്നെന്ത് വേണം? കുതിരക്കാരൻ പറയുന്നതനുസരിച്ച് കുതിരയെ നയിച്ചാലാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. കുതിരക്കാരനെ നയിച്ചാൽ ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല. അവൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലോ ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല. പിന്നെ എന്ത് വേണം? കുതിരയുടെ പുറത്ത് കയറിയിരിക്കുന്ന കുതിരക്കാരൻ കുതിരയെ നയിക്കണം. കുതിര എന്ന് പറഞ്ഞത് മനുഷ്യ ജീവിതത്തിലെ ചില പാപപ്രവണതകളാണ്. ഈ പാപപ്രവണതകളെ നിയന്ത്രിച്ചാൽ മാത്രമേ ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരാൻ സാധിക്കുക. ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരുമ്പോൾ മാത്രമാണ് ഒരു വലിയ അനുഗ്രഹ സമൃദ്ധി, കൃപയുടെ നിറവ്, അഭിഷേകത്തിന്റെ ജ്വലനം നമ്മിൽ സംഭവിക്കുന്നത്.
ഏതാണ് ഈ കുതിരകൾ എന്ന് ഉദ്ദേശിച്ചത്? ഒന്ന്, നിന്റെ തോന്നലുകളുടെ പിറകെ, ഹലൂസിനേഷന്റെ പിറകെ നീ പോകരുത്. തോന്നലുകളുടെ പിറകെ പോയാൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുകയില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നല്ലത് ചെയ്യുന്നില്ല എങ്കിൽ പാപം ഹൃദയത്തിന്റെ പടിവാതിൽക്കൽ കാവൽ കിടക്കുകയാണ്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. നല്ലത് ചെയ്യുന്നില്ല എങ്കിൽ പാപം ഹൃദയത്തിന്റെ പടിവാതിൽക്കൽ കാവൽ കിടക്കുകയാണ്, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. മനുഷ്യൻ സൃഷ്ടിയുടെ മണിമകുടമാണെങ്കിൽ തോന്നലുകളുടെ പിറകെ പോകാതെ ദൈവം തരുന്ന പ്രേരണയുടെ മുമ്പിൽ, പ്രചോദനയുടെ പിറകെ പോയാൽ മാത്രമാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. വീണ്ടും നമ്മുടെ ഇഷ്ടങ്ങളുടെ പിറകെ, നമ്മുടെ സുഖങ്ങളുടെ പിറകെ പോയാൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. വചനം പഠിപ്പിച്ചു തരുന്നു, ലോകത്തുള്ളത് മുഴുവൻ കണ്ണിന്റെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ വ്യഗ്രതയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കണ്ണിന് ഇമ്പകരമായത് കണ്ണിന് കാണണം, ഇന്ദ്രിയങ്ങൾക്ക് സുഖകരമായത് ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കണം. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും ദൈവത്തിന്റെ സ്നേഹം കടന്നു വരാനായിട്ടുള്ള വാതായനങ്ങളാണെന്നുള്ള സത്യം മറന്നുപോകും എപ്പോൾ? സ്വന്തം ഇഷ്ടങ്ങളുടെയും സ്വന്തം സുഖങ്ങളുടെയും പിറകെ പോകുമ്പോൾ. മൂന്നാമതായി നമ്മൾ നിയന്ത്രിക്കേണ്ടത് ലൈംഗികമായ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവാക്യം, അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ ശരീരത്തിൽ ഭരണം നടത്തരുത്. പാപവും പാപത്തിന്റെ മാർഗങ്ങളും വിട്ടുവീക്ഷിക്കാൻ വിശുദ്ധാത്മാക്കൾ നമുക്ക് പ്രേരണ നൽകുകയാണ്. വിശുദ്ധന്മാരുടെ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവരാജ്യത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ലൈംഗികമായ വികാരങ്ങളുടെ പിറകെ ഓടി നടക്കുന്ന മനുഷ്യരായി മാറരുത്. നമ്മെ നിയന്ത്രിക്കാനും ദൈവത്തിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുവാനും നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പാപപ്രവണതകളായിരിക്കുന്ന കുതിരകളെ നമ്മൾ നിയന്ത്രിക്കുന്നത്. വീണ്ടും രുചികളുടെ പിറകെ നമ്മൾ ഓടിപ്പോകരുത്. സിനിമ കാണാൻ രുചി, അല്ലെങ്കിൽ ചീത്ത കാര്യങ്ങൾ ചിന്തിക്കാൻ രുചി, മോശമായിരിക്കുന്ന കൂട്ടുകെട്ടിന് പോകാൻ രുചി, ഇങ്ങനെ രുചികളുടെ പിറകെ പോയാൽ നമുക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കി തീർക്കാൻ സാധ്യമല്ല. വീണ്ടും പറയുന്നു, ഉറക്കത്തിന്റെ പിറകെ പോയാൽ സ്വർഗരാജ്യം സ്വന്തമാക്കി തീർക്കാൻ സാധ്യമല്ല. ദൈവവുമായിട്ട് സൗഹൃദത്തിലായിരിക്കാൻ സാധ്യമല്ല. ഒരിക്കലൊരു അമ്മച്ചി വന്ന് പറയുകയാണ്, വളരെ വൈകിയാണ് എൻ്റെ മകൻ കിടന്നുറങ്ങുന്നത്, വളരെ വൈകിയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. അവൻ കോളേജിൽ പോകുന്ന കുട്ടിയാണ് അച്ഛൻ, അച്ഛനെ അവിടുന്ന് ഉപദേശിക്കണം. ഞാൻ അവനുമായി സംസാരിച്ചപ്പോൾ അവൻ പറയുകയാണ്, ഉറക്കം എൻ്റെ ഒരു ബലഹീനതയാണ്. നമ്മൾ കാണാറുണ്ടല്ലോ, ക്ലാസ്സിൽ പോയിരുന്ന് ഉറങ്ങുന്ന ആളുകൾ, ദൈവാലയത്തിൽ വന്നിരുന്ന് ഉറങ്ങുന്ന ആളുകൾ, പ്രാർത്ഥനാവേളയിൽ ഉറങ്ങുന്ന ആളുകൾ. ഉറക്കം ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ആ ഉറക്കത്തിൻ്റെ ഒരു വലിയ ആസക്തിയിലേക്ക് പോകുന്ന യുവജനങ്ങളും പിശാച് മനുഷ്യരെ പറ്റിച്ചു കൊണ്ടുപോകുന്ന ഒരു തലവുമാണ് ഉറക്കമെന്ന് തിരിച്ചറിയുക. മാത്രവുമല്ല, ഗുണകരമല്ലാത്ത കാഴ്ചകളും ഗുണകരമല്ലാത്ത കേൾവിയും നീ വിട്ടുപേക്ഷിച്ചാലാണ് ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, ഗുണകരമല്ലാത്ത എത്രയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിന്റെ സമയം ചെലവഴിച്ചിട്ടുള്ളത്. ഒരു പക്ഷെ ഫോണിലൂടെ, ഇന്റർനെറ്റിലൂടെ ചുമ്മാ ചറപറ പറഞ്ഞ് സമയങ്ങൾ കളയുന്ന എത്രയോ വ്യക്തികളാണ് നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നത്. വചനം പഠിപ്പിച്ചു തരികയാണ്, ഗുണകരമല്ലാത്ത കാഴ്ചകൾക്കും ഗുണകരമല്ലാത്ത കേൾവിക്കും വേണ്ടി നിന്റെ സമയം നീ പാഴാക്കി കളയരുത്. ഇന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന സമയം ഒരിക്കലും നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല.
സമയത്തിന് സ്വർണത്തിന് വിലയുണ്ടെന്നാണ് പറയുക. സ്വർണത്തിൻ്റെ ഓരോ തരിക്ക് വിലയുള്ളതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഓരോ സെക്കൻഡും ഓരോ നിമിഷാർദ്ധത്തിലും ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ കഴിയുന്ന പതിനായിരങ്ങൾ ഈ ടെലിവിഷൻ പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ ദൈവത്തിനെ വേദനിപ്പിക്കുന്നതാണ്. ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ അകലുമ്പോൾ, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ അകലുമ്പോൾ ഉള്ളിലിരുന്ന് പൊട്ടിക്കരയുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകയാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മന് സന്തോഷം പകർന്നു കൊടുക്കണമെങ്കിൽ ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിലേക്ക് കടന്നു വരണം. ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിൽ എന്തുമാത്രം ആഴപ്പെടാനും ആ ആഴപ്പെട്ട ആ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും തയ്യാറായി തീരുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രീതികരമായി തീരുന്നത്. പൗലോസ്ലീഹ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളോടുമായിട്ട് പറയുന്നു, വിജയിക്കാനായിട്ടുള്ള വിശപ്പും ദാഹവും നിങ്ങളിൽ ഉണ്ടാകട്ടെ. വിജയിക്കാനായിട്ടുള്ള ഒരു വിശപ്പും ദാഹവും എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായിരിക്കുന്ന പഴയ മനുഷ്യനെ ദൂരെ വലിച്ചെറിയുക. ദൈവ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായിരിക്കുന്ന പഴയ മനുഷ്യനെ ദൂരെ വലിച്ചെറിയണം. പാപപ്രവണതകളായിരിക്കുന്ന കുതിരകളെ കീഴ്പ്പെടുത്തുവാൻ കുതിരക്കാരനായിരിക്കുന്ന എല്ലാത്തിനും നിയന്ത്രിക്കാൻ കഴിവുള്ള നീ അതിന് മുന്നോട്ട് കടന്നു വരണം. പാപപ്രവണതകളാകുന്ന കുതിരകളെ യഥാർത്ഥ വിധത്തിൽ നിയന്ത്രിച്ചാൽ മാത്രമേ സൗഹൃദത്തിന്റെ, ദൈവവുമായിട്ടുള്ള സൗഹൃദത്തിന്റെ സമ്മർദ്ദം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുക. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളിലും എല്ലാ വിധത്തിലുള്ള തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാൻ, സഭയെ പടുത്തുയർത്താൻ, ആത്മാക്കളെ രക്ഷിക്കാൻ, ദൈവരാജ്യം പടുത്തുയർത്താൻ ദൈവവുമായിട്ടുള്ള വലിയ സൗഹൃദത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് കരങ്ങൾ കൂപ്പാം, നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, നീ നട്ടതല്ലാത്ത എല്ലാ ചെടികളെയും എല്ലാ കളകളെയും എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചു മാറ്റുവാൻ, കുതിരകളാകുന്ന പാപപ്രവണതകളെ എടുത്തു മാറ്റുവാൻ സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വലിയ ദൈവ മനുഷ്യ സ്നേഹബന്ധത്തിൽ വലിയ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധി വീണ്ടും പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടുന്ന് കൃപ തരണമേ. അവിടുന്ന് തരുന്ന ശാസനത്തിലും ശിക്ഷണത്തിലും പ്രബോധനത്തിലും അവിടുത്തെ തിരുവുള്ള മനസ്സിലാക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, കന്യാമാതാവേ, ഈ ശുശ്രൂഷ സംബന്ധിച്ചു കൊണ്ടിരുന്ന സർവ്വ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ, ശക്തിപ്പെടുത്തണമേ. ആമേൻ.